കോഴിക്കോട് കുറ്റ്യാടിയിൽ കാർ കടവരാന്തയിലേക്ക് പാഞ്ഞുകയറി 2 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരമാണ്. റോഡരികിൽ നിർത്തിയിട്ട 2 ബൈക്കുകളിലും കാർ ഇടിച്ചു. ഞാൻ ഷോപ്പ് കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു. അവിടെ ഒരു കാറുകാരൻ വന്ന് ഒരു സ്കൂട്ടി ഇടിച്ച് സ്കൂട്ടി തെറിച്ച് എൻ്റെ മേത്ത് വീണ് അവിടെ പോയി. ചെറിയൊരു മുറിവുണ്ട്, വേറെ പ്രശ്നമുണ്ട്. മറ്റേ ആൾക്ക് തലക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ട്. അല്ലേ കാറ് ഒരു ബെരുത്ത് വന്നിട്ട് ഇതെല്ലാം അടിച്ച് പൊളിച്ച് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അയാൾക്കും പരിക്കായി. പിന്നെ ആടുന്ന് ഭക്ഷണം കഴിച്ച ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു, ചെറിയൊരു പിള്ളേണ്. അങ്ങനെ അയാളെ ഇടിച്ച് ആടെ ബ്ലഡെല്ലാം ഉണ്ടായിരുന്നു, അയാളെ തല അപ്പാട് അടിച്ച് പോയി. മിഥില ബാലനുണ്ട് ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങളുമായി. മിഥില, ഇത് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ മിഥില? ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ ഒരു അപകടമുണ്ടായത്. കുറ്റ്യാടി ടൗണിൽ മരുതോങ്കര റോഡിലാണ് ഈ ഒരു സംഭവം. കടവരാന്തയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് 2 പേർക്ക് പരുക്കേറ്റുള്ളത്. ഇതിൽ ഒരാളുടെ തലയ്ക്കാണ് പരിക്കുള്ളത്. ഇത് അല്പം ഗുരുതരം എന്ന വിവരം തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. ഇയാൾ നടന്നു വരുമ്പോഴാണ് ഇത്തരത്തിൽ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. വയനാട് തരുവണ സ്വദേശി നൂറുദ്ദീൻ 37 വയസ്സ്, ഇയാൾക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റുള്ളത്. കുറ്റ്യാടി ടൗണിൽ മലഞ്ചരക്ക് കടയിൽ തൊഴിലാളിയായ നൂറുദ്ദീൻ ഭക്ഷണം കഴിഞ്ഞ് നടന്നു പോകുമ്പോഴാണ് ഈ ഒരു ഇത്തരത്തിൽ കാർ ഇടിച്ചത്. മറ്റൊരാൾ ഈ ഒരു കടവരാന്തയിൽ നിൽക്കുകയായിരുന്നു. ഏറ്റവും ആശ്വാസകരം, അല്ലെങ്കിൽ അവിടുന്ന് ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണം എന്നത് വലിയ വേഗത്തിലാണ് ഈ കാർ എത്തിയത്. ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് ഇവരെല്ലാം രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. അവിടെ നിന്നും നിർത്താതെ പോയ കാർ പിന്നീട് ആ ഒരു പാലത്തിനപ്പുറം വെച്ച് ടയർ തകരാറായതിനെ തുടർന്ന് നിർത്തുകയായിരുന്നു. ഈ കാറിലുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു. അവിടെയുള്ള ആളുകൾ പരാതി പറയുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവർ ആരാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാവരും തന്നെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ഏതെങ്കിലും ലഹരിയിലായിരുന്നോ, മദ്യലഹരിയിലായിരുന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. എന്തുതന്നെയായാലും ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ ഒരു ഏരിയയിൽ ഇത്തരം സംഭവം അടിക്കടി ഉണ്ടാകുന്നു എന്ന ഒരു പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഉന്മേഷ്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.